അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നോ? ആ ആ എല്ലാരും സുഖമായിട്ടിരിക്കണം, കുഴപ്പമൊന്നുമില്ല. അവള് ഇവിടെ ഉണ്ടമ്മ. ആ ഇങ്ങോട്ട് വരെ. എന്താമ്മേ? ആ അതല്ലമ്മ, ഏട്ടനൊരു ടൂറുണ്ട് ഓഫീസിൽ നിന്ന്, അപ്പൊ ഞാനും പോവും. 3-4 ദിവസം കണ്ട് ഞങ്ങൾ തിരിച്ചു വരും. ഒരു കാര്യം എല്ലാരും ഇപ്പോ ഇങ്ങോട്ട് വരാനും നിൽക്കണ്ട. ഓഫീസിൽ നിന്ന് ഏട്ടൻ ടൂർ കഴിഞ്ഞ് വന്നിട്ടേ ഞങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ടേക്ക് വരാം. ആ ആയിക്കോട്ടെ. ആരത് രാവിലെ തന്നെ ഫോണില്? വീട്ടിൽ നിന്ന് വിളിച്ചതാ. അച്ഛനും അമ്മയും കൂടിയിട്ടേ ഇങ്ങോട്ട് വരാൻ നിൽക്കാണെന്ന്. ഇന്ന് വൈകുന്നേരം വരട്ടെ എന്നാ ചോദിച്ചത്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ എന്ത് പറയാനേട്ടാ, എനിക്ക് വിളിക്കണം നോക്കണ്ട അച്ഛനും അമ്മനെ ഇങ്ങോട്ട്. പക്ഷെ അവര് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാവില്ലേ? തമ്മിൽ കണ്ടാലൊക്കെ കീരിയും മാവും പോലെ നടക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നാണക്കേടല്ലേ? തൽക്കാലം ഇങ്ങോട്ട് ആരിപ്പോ വരാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇതിപ്പോ പോകുന്നിടത്തോളം പോട്ടെ, അല്ലാണ്ട് ഇപ്പൊ വേറെ എന്ത് ചെയ്യാന്? നീ എന്തെങ്കിലും നോണ പറഞ്ഞിട്ടേ അച്ഛനോടും അമ്മയോടും പിന്നെ എപ്പോഴേലും വരാൻ പറ. പിന്നെ നോണയല്ലാണ്ട് ഇവിടെ സത്യം പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു നമുക്കൊരു ടൂർ ഉണ്ട്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന്. വന്നിട്ട് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് എത്ര കാലമായിട്ട് ഇങ്ങനെ കൊണ്ടുപോവുക? ഇതിപ്പോ നാട്ടുകാരുടെ മുമ്പിൽ തലയുയർത്തി നടക്കാൻ പറ്റുന്നില്ല. ആ ലതികയില്ലേ, അവക്ക് എന്നെ കാണുമ്പോ ഇത് മാത്രമേ ചോദിക്കാനുള്ളൂ. സന്ധ്യ എവിടെ? നിങ്ങൾ രണ്ടാളെയും എപ്പോഴും ഒരുമിച്ചാണല്ലോ കാണാൻ, എപ്പൊ എന്ത് പറ്റിയെന്നൊക്കെ. ഇവക്കൊന്നും വേറെ പണിയില്ലേ? നിന്നോട് മാത്രല്ല എന്നോടും കുറെ പേർക്ക് ഇതൊക്കെ തന്നെയാ ചോദിക്കാനുള്ളത്. ഇപ്പൊ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. എങ്ങനെ കഴിഞ്ഞ കുടുംബം നമ്മള്? ഇപ്പൊ അവനെന്നെ കണ്ടിട്ടെങ്കിലും മുഖത്ത് പോലും നോക്കില്ല. ഇങ്ങനെ ഒരു വീട്ടിൽ ശത്രുക്കളെ പോലെ ജീവിക്കുന്നതിനേക്കാൾ നല്ലതേ നമുക്ക് വേറെ മാറി താമസിക്കുന്നതാ. എനിക്കും തോന്നുന്നു അതന്നെ നല്ലതെന്ന്. ഇന്നിപ്പോ ഇതിൻ്റെ അകത്ത് ശ്വാസം മുട്ടിയിട്ട് ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത്. എങ്ങനെ സ്നേഹത്തിൽ കഴിഞ്ഞതാ, അതിപ്പോ കണ്ടാൽ തന്നെ കടിച്ചു കീറാൻ വരുന്ന പോലെയാണ് ഓരോരുത്തരുടെ നോട്ടവും ഭാവവും ഒക്കെ. അങ്ങനെയാണെങ്കിലേ ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഇത് ഈ മാസം നമുക്ക് മാറാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. നിങ്ങൾ എങ്ങോട്ട് മാറേണ്ട കാര്യം മക്കളെ പറയുന്നത്? അതമ്മേ, ഞങ്ങളെ വീട് മാറി താമസിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക. ഇവിടെ ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നതിനേക്കാളും നല്ലത് മാറി താമസിക്കുന്ന തന്നെ. വേറെ വീട് മാറി താമസിക്കേ? ഇത്രയും വലിയ വീട് പോരാ നിങ്ങൾ 2 ആൺമക്കൾക്ക് താമസിക്കേ? അതൊക്കെ മതിയായിരുന്നമ്മേ, പണ്ടത്തെ പോലെ ആയിരുന്നെങ്കിൽ. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. അവനോട് നിൽക്കട്ടെ, ഞങ്ങള് മാറാം. എന്താണ് നീ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ വേറെ ആരും അല്ലല്ലോ, സ്വന്തം ഏട്ടനല്ലേ. മോനൊന്ന് അവനോട് മേലെ പോയി സംസാരിക്ക്. നീ വിളിച്ചാൽ അവൻ ഇങ്ങോട്ട് വരും. അത്രേ ഉള്ളൂ നിങ്ങൾ തമ്മിലുള്ള പടക്കം. അമ്മ അന്ന് കണ്ടതല്ലേ അവൻ എന്തൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോയെന്ന്. ഞാൻ അവന് പുറത്തുനിന്ന് വിളിക്കാനാ? അത് നടക്കൊന്നുമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഞങ്ങൾ എന്തായാലും മാറി താമസിക്കാൻ തീരുമാനിച്ചു. ഇനിയിപ്പോ എന്തായാലും പഴയതുപോലെ ആകാൻ പറ്റില്ല. ഇവിടെ ഇപ്പൊ തൽക്കാലം ഒരാൾ മതി. വെറുതെ ഇവിടെ ഒരു പ്രശ്നങ്ങൾ കൂട്ടാൻ വേണ്ടിട്ട് നാട്ടുകാർ എന്തൊക്കെയാ പറയുന്നതെന്നറിയാം. എന്തായാലും ഞങ്ങൾ മാറാം. എടാ, നിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ ഞാൻ എവിടെ പോകും? അമ്മ എവിടെ പോവാൻ? അമ്മ ഇവിടെ തന്നെ നിന്നോ. ഇതല്ല നമ്മുടെ തറവാട്. പിന്നെ അവനില്ല ഇവിടെ. അല്ലെങ്കിൽ ഇത്രയും വലിയ വീട് വിട്ടിട്ട് അമ്മ എന്തിനമ്മ ഞങ്ങളെ കൂടെ വരുന്നത്? ഞങ്ങള് പോകുന്നത് സ്വന്തം വീട്ടിലേക്കൊന്നും അല്ലല്ലോ, വാടക വീട്ടിലേക്കല്ലേ. പിന്നെ അമ്മയ്ക്ക് ഞങ്ങളെ കാണാൻ തോന്നുമ്പോ ഒന്ന് അങ്ങോട്ട് വന്നാ പോരെ? അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് എത്തില്ലേ അമ്മേനെ കാണാൻ? അതിന്റെ അത്രേ ഉള്ളൂ. നോക്ക്, നീ എനിക്ക് ഭക്ഷണം എടുത്തത് ജോലിക്കാൻ സമയം. ഭക്ഷണം എടുത്തു വെക്കട്ടെ, സമയം 1:30 കഴിഞ്ഞു. എടുത്തു വെക്ക്, അമ്മേനെ കൂടെ വിളിക്കും. അമ്മ ഇവിടെ ഇല്ല ഏട്ടാ, മേലെ തോന്നുന്നു. എന്നാ അവിടുന്ന് ഭക്ഷണം കഴിക്കായിരിക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയതാ. എന്നാ പിന്നെ അമ്മ അവിടുന്ന് കഴിക്കായിരിക്കും. നീ ഭക്ഷണം എടുത്തു വെക്ക്. ഞാൻ എടുക്കാം. ഏട്ടാ, കറി എന്തെങ്കിലും വേണോ? വേണ്ട, കറിയൊന്നും വേണ്ട. അല്ലടോ, അമ്മ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവോ? അതിന് അമ്മ ഒന്ന് തീരെ വന്നിട്ടില്ലല്ലോ. അല്ലെങ്കിൽ 11 മണിയാകുമ്പോ ചായ കുടിച്ച് പോകുന്നതാ. ചിലപ്പോ ഉച്ചയ്ക്ക് അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടാവും. അതെന്താ അമ്മ തീരെ ഇങ്ങോട്ട് വരാത്തത്? രാവിലെ മുതൽ ഞാനും കണ്ടില്ല. നീ ഒരു കാര്യം ചെയ്യും, ഒന്ന് പുറത്തുള്ള നോക്ക്. അങ്ങനെ വെച്ചാൽ കഴിക്കാൻ വിളിക്കും. അമ്മ അവിടുന്ന് കഴിക്കുന്നുണ്ടാകും. ഇനിയിപ്പോ വിളിക്കാൻ ചെന്ന് ആ ചേച്ചിന്റെ മുഖമായിരിക്കും കാണാം. എനിക്കൊന്നും കഴിയില്ല. ഏട്ടൻ എന്തായാലും കഴിക്കാൻ നോക്ക്. അത് ശരിയാ, അല്ലെങ്കിൽ ഇത്ര നേരം നിൽക്കില്ലല്ലോ. നീ കഴിച്ചോ. നീയേ അമ്മേനെ റേഷൻ കാർഡ് വാങ്ങിക്കണം. ഞാൻ ആ വഴിക്കാ പോന്നെ. തിരിച്ചു വരുമ്പോ സാധനങ്ങൾ വാങ്ങിട്ട് വരാം. അതിന് അമ്മ ഇത്ര നേരം ഇവിടെ വന്നിട്ടില്ല, മേലെയാ ഉള്ളത്.
ഇത് ഞാൻ വിളിക്കേ. ഞാനൊന്നും പോയി വിളിക്കുന്നില്ല, പോയി വിളിച്ചിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ ഇറങ്ങി വരും. നിനക്ക് സാധനങ്ങൾ വേണോ? വേണമെങ്കിൽ ഞാൻ വിളിക്കും. ആ വിളിക്കാം. അമ്മേ അമ്മേ അമ്മേന്ന് വരും അങ്ങോട്ടെ. ഇതെന്താ ചേച്ചി അമ്മേനെ വിളിക്കുന്നേ? നീ ചെയ്ത് നോക്ക്. എന്തേച്ചി എന്ത് പറ്റി? ഒന്ന് അമ്മേനെ വരാൻ പറയും ഇങ്ങോട്ടേക്ക്. അതിന് അമ്മ ഇവിടെ ഇല്ല. രാവിലെ തൊട്ടാണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ടുമില്ലല്ലോ. രാവിലെ മുതൽ വന്നിട്ടില്ലേ? അവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണോ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പോയതാ. പിന്നെ അമ്മ എവിടെ പോയി? പിന്നെ ഇത് എവിടെ പോയതാ? എന്താടോ എന്താ പ്രശ്നം? ഏട്ടാ അമ്മ അവിടെ ഇല്ലാന്ന്. എന്താണ്, എന്ത് പറ്റി? അമ്മ ഒന്നിലും പറയാനട്ടെ. ഇല്ല, അമ്മ വന്നില്ല, അമ്മ അവിടെ ഇല്ലാന്ന്. അവിടെ ഇല്ലേ? പിന്നെ അവിടെ പോവാൻ? അവിടെ ഇല്ലേ? എന്താ എടാ അമ്മ ഇവിടെ ഇല്ല, ഞങ്ങൾ മേലെ ഉണ്ടാവുന്നു. ഇതിപ്പോ ഒന്നും പറയാണ്ട് എവിടെ പോയതെന്ന് അറിയുന്നില്ല. അമ്മ അങ്ങനെ പറയാണ്ട് എവിടെയും പോകാറില്ലല്ലോ. ഏട്ടാ ഒരു മിനിറ്റ് വാ. അല്ലേട്ടാ ഇനിയിപ്പോ എന്താ ചെയ്യാ? എടാ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അമ്മേനോട് വിളിച്ച ഫോൺ സ്വിച്ച് ഓഫ്. ഞാൻ ഇതൊന്ന് അന്വേഷിച്ചിട്ട് വരാം. എന്നാ ഏട്ടാ ഇങ്ങോട്ട് പോയി നോക്കിയോ, ഞാൻ റോഡിന്റെ അപ്പുറത്ത് പോവാം. എടാ നീ അടുത്തുള്ള വീട്ടിലൊക്കെ പോയി നോക്കും, ഞാൻ കാറിന്റെ കീ എടുത്ത് തരാം. നോക്ക്, നീ നമ്മുടെ ബന്ധുക്കാരെ ഒന്ന് വിളിച്ചു നോക്ക്. ഇനി ഞാൻ അവിടെ വല്ലതും പോയിട്ടോന്ന് അറിയില്ലല്ലോ. ഞാൻ അന്വേഷിച്ചിട്ട് വരാം. സന്ധ്യ, നമുക്ക് ഒരുമിച്ച് പോയി അന്വേഷിക്കാം അല്ലേ? സന്ധ്യ, എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ലേച്ചി ഞാൻ ഇവിടെയൊക്കെ അന്വേഷിച്ചു, അമ്മ ഇവിടെ എത്തിയിട്ടില്ല. എന്താ ഇപ്പൊ ചെയ്യാ? ഇനി ഒരു വീട് വിളിക്കാൻ ബാക്കിയില്ല, എല്ലായിടത്തും ഞാൻ വിളിച്ചു, ആരും വിളിച്ചിട്ട് പോലും ഇല്ല. ചേച്ചി ഏട്ടൻ വന്നിട്ടുണ്ട്, വാ. എന്താ ഇതേ അമ്മേനെ കണ്ടോ? ഇല്ല ചേച്ചി അവിടെ എവിടെ ഇല്ല, ഇവിടെ ഇല്ല. ഇല്ല, ഇവിടെ ഇല്ല. നിന്നോട്ട് വന്നോ? ദിനോടൊന്നും എത്തിയിട്ടില്ല. എന്താ എന്ത് പണിയാ ചെയ്ത്? ഫോൺ സ്റ്റഫ് എവിടെ പോയതാ? ഞങ്ങൾ തെരിയ സ്ഥലങ്ങളില്ല. എവിടെ പോയില്ല, പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നോ? അത് ശരി, അമ്മ എത്തിയോ? അമ്മ ഞങ്ങൾ എവിടേക്ക് തെരഞ്ഞെന്നറിയോ? ഞങ്ങൾ നോക്കുമ്പോ അമ്മ ഇവിടെ നിൽക്കാട്ടാ, ചോദിച്ചിട്ടാ ഒന്നും പറയുന്നില്ല. എന്നാലും എത്തിയല്ലോ, അത് മതി. അതിനിപ്പോ സാരല്ല. അമ്മേ ഇനിയിപ്പോ എവിടെയെങ്കിലും പോകുമ്പോഴേ ഒന്ന് പറഞ്ഞിട്ട് പോ. നീ നമുക്ക് വെള്ളം എടുത്ത് കൊടുക്കും. അതാണ് ഞങ്ങള് പോട്ടെ, വാ. നിങ്ങൾ എങ്ങോട്ടാ മക്കളെ പോകുന്നത്? ഞങ്ങളിപ്പോ എവിടെയല്ലോ താമസിക്കുന്നത്, മോളിലല്ലേ. ഇനി എന്തിനാടാ നിങ്ങൾ മേലെയും താഴെയായിട്ട് താമസിക്കുന്നത്? ഇപ്പൊ എന്നെ കാണാതിരിക്കുമ്പോഴേക്കും നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി എവിടെയെല്ലാം തെരഞ്ഞ്. അപ്പൊ ഞങ്ങളുടെ ഉള്ളിൽ സ്നേഹമുള്ളത് കൊണ്ടല്ലേ. പണ്ടത്തെ പോലെ നമുക്ക് ഒരുമിച്ച് നിന്നൂടെ മക്കളെ? അമ്മയ്ക്ക് അറിയാവുന്നല്ലേ ഇവിടെ നടന്നതൊക്കെ. ഇനി ഒരുമിച്ച് നിന്നാ പ്രശ്നങ്ങൾ കൂടെ ഉള്ളൂ. വിട്ടു നിൽക്കുന്നതന്നെ നല്ലത്. നീ എന്താണ് എങ്ങനെ പറയുന്നത്? ഇവരും പറയുന്നു മാറി താമസിക്കുകയാണ്, നീയും പറയുന്നു വേറെ പോകുക എന്നുള്ളത്. നിങ്ങൾ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ ഇത്രയും വലിയ വീട് പിന്നെ ആർക്കാടാ? ഇവിടെ വരുവേ വേണ്ട വെച്ചിട്ട് ഇറങ്ങി പോയതാ. ഓരോ ദിവസം ഇവിടെ നിന്ന് ഇറങ്ങും പോലെ എനിക്ക് തോന്നുന്നത്. അമ്മ ഞങ്ങളോട് കൊണ്ടുപോകില്ല പറഞ്ഞ വേറെ ഒന്നും കൊണ്ടില്ല. ഞങ്ങൾ മാറാൻ ഉദ്ദേശിക്കുന്ന ഫ്ലാറ്റിലേക്കാ. അവിടുത്തെ ജീവിതം അമ്മയ്ക്ക് പറ്റില്ല. പിന്നെ സ്വന്തം വീട്ടിലൊരു വാടകക്കാരനെ പോലെ കഴിയാന്ന് പറഞ്ഞാലേ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നാട്ടുകാരൊക്കെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി, അതുകൊണ്ട് മാറുക. ഞങ്ങൾക്ക് ഈ വീട് സ്വന്തം വേണ്ട, ഞങ്ങൾ കുറച്ച് മനസമാധാനത്തോടെ ജീവിക്കണം. അതെന്തായാലും ഈ വീട്ടിൽ കിട്ടൂല. അതുകൊണ്ടാണ് ഞങ്ങൾ മാറുകയെന്ന് പറഞ്ഞത്. അത് ഞാനല്ലടാ തെറ്റ് ചെയ്തത്. നിങ്ങൾ എന്തിനാ തല്ലിപ്പിരിയുന്ന്? അതിന് അമ്മ എന്തിട്ടാ ചെയ്ത്? നിങ്ങൾ രണ്ട് പെൺകുട്ടികളും ചേച്ചി എന്നിപ്പോൾ നടക്കുന്നത് കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ നിങ്ങൾ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ഞാൻ ഓരോ കള്ളത്തരം പറഞ്ഞു തന്ന മക്കളെ. എന്തിനാണ്? ഞാനിവിടെ ഒറ്റപ്പെടുന്ന എനിക്ക് പല പ്രാവശ്യം തോന്നി, അത് കാരണം ഞാൻ ചെയ്തതാ. ഒരാളെങ്കിലും എന്റെ കൂടെ നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പൊ കുടുംബം ഇങ്ങനെയാണ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ ഒരുപാട് അനുഭവിച്ചു.
ഇനിയെങ്കിലും നിങ്ങൾക്ക് പഴയ പോലെ ഒന്ന് നടന്നോളെ മക്കളെ. അപ്പം മെഷീൻ യൂസ് ചെയ്യേണ്ടാവുന്നത് ചേച്ചിയായിരുന്നില്ലേ, അമ്മയായിരുന്നോ? ഞാൻ എന്തിനാ സന്ധ്യ നിന്നോട് അങ്ങനെ പറയുന്നത്? അല്ലമ്മേ, സുജിത്ത് ഈ വീട്ടിലേക്ക് വേണ്ടിട്ട് ഒന്നും ചെലവാക്കണില്ല, എല്ലാം രണ്ടുപേരും കൂടിയിട്ട് ദിനുവിനെ കൊണ്ട് മനഃപൂർവ്വം ചെയ്യിക്കാന്നൊക്കെ പറഞ്ഞത് അമ്മ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും അല്ലേ? അമ്മേ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് വിചാരിച്ചിട്ടേ അമ്മേന്റെ സ്ഥാനത്തിന് ഒരു കുറവ് വന്നിട്ടില്ല ഇവിടെ. ഈ വീട്ടിൽ ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊറ്റ കാരണം അമ്മ മാത്രമാണ്. അതമ്മ മറന്നുപോയി. അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായത്. അമ്മ, ഈ വീട്ടിലെ സന്തോഷവും സമാധാനവും ഒരൊറ്റ കാരണത്തിലാണ് ഞങ്ങൾ ഇവിടെ വിട്ട് പോകാൻ തീരുമാനിച്ചത്. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും പരസ്പരം മനസ്സിലായല്ലോ, ഇത് ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല. ഇതാ ഞങ്ങളുടെ സ്വർഗം.